മനുഷ്യരെ ആക്രമിച്ചിട്ട് കീഴടക്കുന്ന ദുരാത്മാക്കളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലർക്കും അനുഭവമുള്ളൊരു കാര്യം കൂടെ ആയിരിക്കും. പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രേതബാധകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രേതബാധ ഉള്ളൊരു കേസ് ഞാൻ ചെയ്തായിരുന്നു. അത് ഒരു 52 വയസ്സ് പ്രായമുള്ളൊരു ലേഡിയുടെയാണ്. അവർ 8 വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. നമ്മളത് സെഷൻ ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 2.5 മണിക്കൂർ സമയമെടുത്ത് അത് റിലീസ് ചെയ്ത് കളയാനായിട്ട്. ഞാൻ എൻ്റെ ഈ ഒരു മഹാകാളി ഹീലിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമായി. 2.5 മണിക്കൂർ ഇതിനു മുമ്പ് ഒരു കേസ് ഞാൻ ചെയ്തിട്ടില്ല. 2 മണിക്കൂർ എടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. അതൊരു 4 അബോർഷൻ സോളിൻ്റെ കേസായിരുന്നു. ആ സ്ത്രീ 4 പ്രാവശ്യം അബോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 സോൾ ഉണ്ടായിരുന്നു. എടുത്തിട്ടും വലിച്ചിട്ടും അത്രയും തീരാണ്ട് പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു കേസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് രാത്രി സമയത്ത് രാത്രി ഒരു 11 മണിക്കാണ് ഞാൻ സെഷൻ തുടങ്ങുന്നത്. കാരണം ഇതേപോലെ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ റിലേറ്റീവ് വിളിച്ച് പറഞ്ഞിട്ടാണ്, വിദേശ രാജ്യത്താണ് ആ സ്ത്രീ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്ക് സാധാരണ ഞാൻ വർക്ക് ചെയ്യാറില്ല, പക്ഷേ എമർജൻസി ആയതുകൊണ്ട് മാത്രം ചെയ്തതാണ്. അത് 2 മണിക്കൂർ ഏതാണ്ട് 1 മണിയായപ്പോഴാണ് ഞാൻ കിടന്നത്. പക്ഷേ നമ്മൾ ഇരുന്നാൽ പിന്നെ അത് തീരാണ്ട് എഴുന്നേക്കില്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ആ സാധനത്തിന് എടുത്തിട്ടേ എഴുന്നേറ്റ് പോവുള്ളൂ. എത്ര സമയം എടുത്താലും എടുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തേക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ടൈം എടുത്ത ഒരു കേസ്, 2 മണിക്കൂർ. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാസം ചെയ്തത് 2.5 മണിക്കൂർ എടുത്തു. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ സ്ത്രീ ഇങ്ങനെ മുടിയെല്ലാം അഴിച്ചിട്ടിട്ട് ഇങ്ങനെ റൊട്ടേഷനിൽ ഇങ്ങനെ കറങ്ങി നിന്നിട്ട് അതങ്ങനെ തന്നെ കുറേ സമയം അതേ ഇരിപ്പിൽ ഞാനും ഇരുന്ന് അവരിരുന്നു. നമ്മൾ ചില ജപങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യും സമയത്ത്. അപ്പോൾ ജപമെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ആടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർ ഉള്ളിലിരിക്കണ ആ ഒരു ആത്മാവാണ്, ദുരാത്മാവാണ്. ലാസ്റ്റ് അതിങ്ങനെ കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ എന്നെ പിണങ്ങുന്ന പോലെ, പേടിപ്പിക്കുന്ന പോലെ കുറേ ആക്ഷൻസൊക്കെ കാണിച്ചു. അപ്പോൾ നീ എന്നെ എടുക്കോടാ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അത് 3 പ്രാവശ്യം ചോദിച്ചു. ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ദേവിയുടെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ അത് ഇറങ്ങി ഞങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് അവർ സൗണ്ട് മാറി. അത് വേറൊരു സൗണ്ട് കയറി വന്നു. വേറെ ആളുടെ ശബ്ദത്തിലൊക്കെ അവർ എന്തൊക്കെയോ പറയേണ്ടത്, ഒരാണിൻ്റെ സൗണ്ടിലാണ് സംസാരിച്ചത്. പിന്നീട് അത് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ മയങ്ങി വീണ പോലെ അവിടെ കിടന്നു. കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ കിടന്നു. അതിന് ശേഷമാണ് നമ്മൾ സംസാരിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങൾ വെച്ചപ്പോൾ അവർ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. എന്തോ ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞു പോയ അവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. ചിലപ്പോൾ നമ്മുടെ സോൾ പ്ലാൻ ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് ബന്ധമുള്ള കാര്യങ്ങളായിരിക്കാം, അങ്ങനെ പലതൊക്കെ പറയാം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സ്വമേധയാ ബാധ നമ്മുടെ ശരീരത്തിൽ ഓടി വന്ന് കയറാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ അവർ നമ്മൾ ഭയപ്പെടുത്തും. ഈ ഭയപ്പെടുത്തിയിട്ട് നമ്മുടെ സോളാർ പ്ലക്സിലൂടെയാണ് ഈ സാധനം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ബോഡി കൈയടക്കരുത്. ഒരു സൈന്യം വന്ന് ആക്രമിച്ച് ഒരു രാജ്യം കീഴടക്കി കൈയടക്കണ പോലെ. പിന്നെ അവർ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. നമ്മൾ പെരുമാറ്റം പോലും അതേപോലെ ഇരിക്കും. അതായത് നമുക്ക് തന്നെ സ്ട്രേഞ്ച് ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ രീതിയിലാണല്ലോ നമ്മൾ പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നെ ബോധം വരും ചില സമയങ്ങളിൽ. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളല്ല പറയണത്, വേറൊരാളാണ് സംസാരിക്കുക. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. എന്താണ് സംഭവിക്കണമെന്നുള്ളത് ആൾക്ക് മനസ്സിലാവില്ല, അവരുടെ വീട്ടിലിരിക്കണ അവരുടെ ആൾക്കാർക്കും മനസ്സിലാവില്ല, ഡോക്ടർമാർക്കും പിടുത്തം കിട്ടില്ല എന്താണ് സംഭവിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരുപാട് അനുഭവകഥകളുണ്ട്. ഞാൻ ആ വഴിയെ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ അതിനകത്ത് ഒരുപാട് ഗവേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കായിട്ട് നിങ്ങൾ ഭയക്കാതിരിക്കുക. ഇത് നിങ്ങൾ ഹയർ വൈബ്രേഷനിലിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. മനുഷ്യരാണ് ഇവിടെ ഭൂമിയിലെ ഏറ്റവും പവറുള്ള ആൾക്കാർ. ബാക്കിയുള്ള എല്ലാ
ജീവജാലങ്ങൾ നമുക്ക് താഴെയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന പ്രേതം, പിശാചി എന്നൊക്കെ പറയുന്ന എല്ലാ എനർജീസും അതെല്ലാം ലോവർ വൈബ്രേഷനാണ്. നമ്മൾ ഹയർ വൈബ്രേഷൻ ഇരിക്കുന്നു, അവർ ലോയർ വൈബ്രേഷൻ ഇരിക്കുന്നു. പക്ഷേ നമുക്കവരെ പേടിയാണ്. ആ ഭയമുള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് പേടി വന്നു എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രേതം, ഈ അമ്മമാരൊക്കെ പറയും കോക്കാച്ചി വരുന്നുണ്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലെ മുതൽ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു പ്രവണത പണ്ടേ ഉണ്ട്. അപ്പോൾ കോക്കാച്ചി എവിടെയെന്ന് നോക്കുമ്പോൾ ദേ കിടന്നു പറയും, ഇരുട്ടത്തേക്ക് ചുറ്റി കാണിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു വാഴ അവിടെ ഇങ്ങനെ ഏലാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതാണ് കോക്കാച്ചി അല്ലെങ്കിൽ പ്രേതമാണെന്ന് വിചാരിക്കും. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിലോട്ട് ആ ഒരു ഭയം ഫീഡ് ചെയ്യുന്ന ഒരു പ്രവണത പഴയ കാരണന്മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കാരണന്മാർ അങ്ങനെ ചെയ്യുന്നില്ല, പൊതുവെ അവർക്ക് അതിനെപ്പറ്റി വിവരമുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നില്ല. എനിവേ, പക്ഷേ പഴയ ആൾക്കാർക്ക് എപ്പോഴും ഭയമാണ്. കാരണം അവരുടെ ചെറുപ്പത്തിലെ മുതൽ ഈ ഒരു പേടി അവരുള്ളിൽ കയറിയതുകൊണ്ടാണ്. പിന്നെ അതുപോലെ സിനിമകളിലൊക്കെ പ്രേതങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പ്രേതങ്ങൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞു, ഡെവലപ്പായി കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ട പ്രേതങ്ങൾ ഓടും. ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചിരി വരും. കാരണം അതങ്ങനെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം അങ്ങനെയാണ്. പക്ഷെ തിരിച്ച് നമ്മൾ സിനിമ പഠിക്കുന്ന ആൾക്കാർ മനുഷ്യൻ പ്രേതങ്ങളെ കാണുമ്പോൾ അവരെ ഓടിച്ചിരുന്ന അവസ്ഥയിലേക്കുള്ള സിനിമകൾ പിടിച്ചാലോ. പ്രേതങ്ങൾ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഓടുന്ന ഒരു സിനിമ പിടിച്ച് നോക്കിയേ. പിന്നെ കുറേ സിനിമകൾ ഇറക്കി കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സാ പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഓടും, അത്രേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ അവരെ ഭയങ്കര ഹയർ സംഭവമായിട്ട് കാണാതിരിക്കുക, അത് ഭയക്കാതിരിക്കുക. അത് നിങ്ങൾ ധൈര്യമായിട്ട് ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രേതങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കയറാൻ പറ്റില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ മാന്ത്രിക പരിപാടികളോ അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കുന്ന പണിയൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ആ ദേവി തന്നേക്കണ ചില കഴിവുകളുണ്ട്. പക്ഷേ ഭയമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, പറ്റില്ല. എനിക്ക് ഭയമില്ല. ഭയമില്ലാത്തതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇതുപോലുള്ള ദുരാത്മാക്കൾ എന്ന് പറയുമ്പോൾ പല രീതികളിലുണ്ട്. ഇത് ഒറ്റവാക്കി പറയാവുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നതായ ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കണത് ഈ അബോർഷൻ ചെയ്തേക്കണ സോളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മൂമ്മമാരോ ഒക്കെ അബോർഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ മുകളിലുള്ള ആൾക്കാർ അമ്മൂമ്മമാരോ ചെയ്താൽ മതി. അതിങ്ങനെ പിടിക്കുന്നത് മക്കളെയാണ്. ഇപ്പം നിങ്ങളുടെ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോള് നിങ്ങളുടെ ശരീരത്തിൽ ഇരിപ്പുണ്ടാവും. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ കൊല്ലല്ല ചെയ്യുന്നത്. ഒരു കൊലപാതക കുറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൊലപാതകം ചെയ്യുമ്പോൾ ആ ആത്മാവിന് ലൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അത് എർത്ത് പ്ലെയിനിൽ 300-400 കൊല്ലമാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് എവിടെ കയറിയിരിക്കും? അത് ഇരിക്കാനായിട്ട് സ്ഥലം വേണ്ടേ? അതെന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് അറ്റാച്ച് ചെയ്യും. ചിലപ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 4 പേരുടെ മേത്തും കയറും. ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 4ആയിട്ട് കയറും. അതായത് ഒരു മേഘം മാതിരിയാണത്. മേഘത്തിൻ്റെ പോലെ മേഘം 4ആയിട്ട് ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഇതാകാൻ പറ്റും. അതേപോലെ ഇത് ആളുകളുടെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. സാധാരണ നമ്മുടെ പൂജാ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ അതേപോലെ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. ഇത് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്വന്തം ബാധയാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന് കയറിക്കുന്ന ബാധയല്ല. അതാണ് ഏറ്റവും ഡേഞ്ചറസ്. അത് മനുഷ്യരെ നശിപ്പിച്ച് കളയും. ആ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയും. പല രീതിയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കർമ്മരംഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, കല്യാണം കഴിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചെന്ന് വിചാരിക്കും കുട്ടികൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര അടിയായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ലക്ഷണമായിട്ട് ഞാൻ കണ്ടേക്കണത് ഭയങ്കര ദേഷ്യമായിരിക്കുള്ളൂ. പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുമ്പോൾ ചാടിക്കടിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിന്നാൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നത് കാണാൻ പറ്റും. ഇത് കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ സോൾ അറ്റാച്ച്മെൻറ്റുള്ള പെൺകുട്ടികൾ ഭയങ്കര ദേഷ്യമായിരിക്കുള്ളൂ. പിന്നെ ഇതുപോലെ ആര് പറഞ്ഞാലും കൂട്ടാക്കില്ല, ഒരു കാര്യം കൂട്ടാക്കില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ പ്രവർത്തിക്കുന്നൊരു രീതിയിലേക്കായിരിക്കും അവർ പോവുക. അപ്പോൾ ഒരു ഭാഗത്തുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ അപകടത്തിൽ മരിച്ചേക്കുന്ന ആൾക്കാർ, ആത്മഹത്യ ചെയ്തേക്കുന്ന ആൾക്കാർ, ആക്സിഡൻറ്റ് ഡെത്ത് അങ്ങനെയുള്ള ആൾക്കാർ, അത്തരം ആൾക്കാരുടെ ദുരാത്മാക്കളും ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ മേത്ത് കയറാനുള്ള സാധ്യതകൾ ഉണ്ട്.
അപ്പോൾ അത്തരം സംഗതികൾക്ക് യഥാവിധി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം. അത് ലൈറ്റിലിട്ട് പറഞ്ഞേക്കാൻ നമ്മൾ പറയും. അവർ വേറെ എന്തെങ്കിലും ഭാഷ വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുന്നൊക്കെ പറയും. നമ്മൾ ലൈറ്റിലേക്ക് പറഞ്ഞേക്കാമെന്നാണ് നമ്മുടെ വാക്ക്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തെങ്കിൽ മാത്രമാണ് ആ കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. അത്തരം ബാധകളെ ഒഴിപ്പിക്കാൻ പിന്നെ എളുപ്പമാണ്. പൂജാരിയുടെ സമ്പ്രദായത്തിൽ കൂടി ഒഴിപ്പിക്കാൻ പറ്റും. ഈ അബോർഷൻ സോൾ അങ്ങനെ പെട്ടെന്ന് പോകില്ല. കാരണം അബോർഷൻ സോൾ അങ്ങനെ ഈ ആവാഴ്ച ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. പിന്നെ അബോർഷൻ സോൾ ഉണ്ടെങ്കിലും നമ്മൾ പ്രശ്നം നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ശത്രുബാധയായിട്ടായിരിക്കും കാണിക്കുക. അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അസ്ട്രോളജേഴ്സ് നോക്കുമ്പോൾ ശത്രുബാധ ഉണ്ടെന്ന് പറയും. ആക്ച്വലി ശത്രുബാധ അല്ലത്, ഇത് സോളാണ്. സോളിനെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സോളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. ശത്രുബാധയായിട്ട് കണ്ടുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞാൽ കിട്ടില്ല. അത് അതിനെ സോളാണ്, ആത്മാവാണ് എന്നുള്ള ബോധത്തോട് വേണം നമ്മളതിനെ സമീപിക്കാൻ. എന്നിട്ട് വേണം അതിനെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കളയാൻ. ഇല്ലെങ്കിൽ പോവില്ല. അത് ബാക്കിയുള്ളതൊക്കെ പോവും, അത് അവിടെ ഇരിക്കും. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണം. അപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർ പറയുള്ളൂ. ചില മിണ്ടാതിരിക്കും, പറയൂല. ഞാൻ കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരോട് മനസ്സിലാവും. പക്ഷേ നമ്മൾ നോക്കും, കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കണ്ണിലെ സാധനത്തിനെ കാണാൻ പറ്റും. കാരണം ഈ സാധനം നമ്മുടെ ശരീരത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിലൂടെ അത് നോക്കും, ചെവിയിലൂടെ കേൾക്കുന്നു. നമുക്കില്ലാത്ത കഴിവുകൾ അവർക്കുണ്ടാവും. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളെ പറ്റി ഞാൻ സംസാരിക്കുകയാണ്, നിങ്ങളുടെ വാദന നമുക്ക് നാളെ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പോലും അവർക്കത് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് മറ്റന്നാൾ ചെയ്യാം. ഒരു ക്ലയൻറ്റ് വന്നാൽ അപ്പോൾ അവർ പറയും, സാറേ എന്നാൽ ദക്ഷിണ ഇപ്പോൾ തന്നെ ഞാൻ അയച്ചേക്കാമെന്ന് പറയും. ഇപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല, എന്തെങ്കിലും ചിലർ അയക്കും, പൈസ ഇങ്ങോട്ട് അയക്കും, പറയാതെ അയക്കും. ഈ പറയാതെ പൈസ ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റായി ചെയ്യാനുള്ള, പിന്നെ എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെടുത്ത് മാറ്റാമെന്നുള്ളത്. പക്ഷേ അപ്പം മുതൽ ഈ അവർക്കും പ്രയാസങ്ങൾ തുടങ്ങും, എനിക്കും പ്രയാസങ്ങൾ തുടങ്ങും. കാരണം ഈ സാധനം പ്രവർത്തിക്കും. അപ്പോൾ അതിനറിയാലോ, എടുത്തു മാറ്റാനായിട്ട് ആൾ വരുന്നുണ്ട്. അത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, അവർ അറ്റാക്ക് ചെയ്യുന്നു, അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അപ്പോൾ നമ്മളത് ഇട്ടുകൊണ്ട് പോകണം, അത് ചെയ്യരുത്. അങ്ങനെയുള്ള വിഷയം അതിനകത്തുണ്ട് ഈ അബോർഷനുള്ള കേസ് വരുമ്പോൾ. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള അറ്റാക്കിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇതുപോലെ മരിച്ചുപോയ ആത്മാക്കളുണ്ടെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളാണ് വരിക. പിന്നെ നമ്മൾ ദുർമന്ത്രവാദികൾ കയറ്റി വിടുന്ന ചില സാധനങ്ങളുണ്ട്. ഈ സോളിനെ പിടിച്ച് ബാധയാക്കിയിട്ട് അത് കയറ്റി വിടും ആൾക്കാരുടെ മേത്തോട്ട്. അതും ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കർമ്മം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഒക്കെ ചെയ്യുന്നവരാണ് അത് ചെയ്യുക. സാധാരണ അവർക്കാണത് ചെയ്യാൻ പറ്റും. സാധാരണ പൂജാരികൾക്ക് അത് എളുപ്പത്തിൽ കിട്ടില്ല. പക്ഷേ അത്തരം കേസുകൾ നമ്മളെ മഹാകാളി ഇല്ലെങ്കിൽ നമുക്ക് റിലീസ് ചെയ്ത് ലൈറ്റോട്ട് പറഞ്ഞേക്കാൻ പറ്റുന്നുണ്ട്. അതിനെ ലൈറ്റോട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് അധികം പുറപ്പെടുപ്പിക്കുന്നില്ല. ഇത് ഈ ടോപ്പിക്കിൽ എനിക്കറിയാവുന്ന എൻ്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭയക്കാതിരിക്കുക. നമ്മൾ ആ ഭയം മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓടി ചെല്ലുമ്പോൾ നിങ്ങൾ ഭയക്കരുത്. ഭയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മരിച്ചേക്കണ ഒരാൾക്ക് എടുപ്പുണ്ടാവും, അയാളുടെ സോൾ ഇറങ്ങി നിൽപ്പുണ്ടാവും. പെട്ടെന്ന് നിങ്ങളുടെ മേത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാധ വിഷയം ഉണ്ടാവും, ഒരു ബാധ ഉണ്ടാവും ചിലപ്പോൾ. ആ ബാധ നിങ്ങളുടെ മേത്തോട്ട് കയറാൻ നിങ്ങൾ പെട്ടെന്ന് ഭയന്നാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവും സോളാപ്ലെക്സ്. നമ്മൾ പറയില്ലേ അടിവയറ്റിൽ ഒരു ആന്തൽ എന്നൊക്കെ പറയില്ലേ, ആ ആന്തലാണ് ഈ ഓപ്പണിങ്. അപ്പോൾ ഈ സാധനം നമ്മുടെ വയറ്റിൽ കൂടി സാധനം കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സംഭ്രമം തോന്നും, തലകറങ്ങണമല്ലോ തോന്നും. ഈ കഴുത്തിന് ഭയങ്കര പിടുത്തം വരും, ഈ വയറങ്ങോട്ട് വീർക്കും, ഗ്യാസ്ട്രിക് പ്രോബ്ലം പോലെയാവും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അത് ലക്ഷണങ്ങളാണ് അതിൻ്റെ. പിന്നെ അതുപോലെ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഓരോരോ ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ അവിടെ ഒരു ബുദ്ധിമുട്ട്, തലക്ക് പെരുപ്പ്, അങ്ങനെ പല ലക്ഷണങ്ങളുണ്ട്. ഒരു ലക്ഷണമായിട്ടല്ല, ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഈ സാധനത്തിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ തലവര ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിക്കും. ഒരു തലവരയില്ല. ഈ ടോപ്പിക്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒഴിവാക്കി പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക, അതിനെ റിലീസ് ചെയ്ത് കളയാനുള്ള കാര്യങ്ങളോട് പോവുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. കാരണം വീഡിയോ വലുതായി പോകുന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.